നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിവാദത്തിലാക്കാൻ മനോരമ ഒരു വാർത്ത ഇറക്കിയങ്ങ് വിട്ടിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. അതായത് കൊച്ചിയിലെ ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം ആ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വരുമ്പോൾ അവതാരക അനൗൺസ് ചെയ്യുകയാണ്, മുഖ്യമന്ത്രി ലൈറ്റ് തെളിയിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എല്ലാവരും എണീറ്റ് നിൽക്കണമെന്ന്. മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് കൈയെടുത്തൊന്ന് കാണിച്ചു. അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്നുള്ള കാര്യം. ആ ദൃശ്യം ആദ്യം ഒന്ന് കണ്ടേ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഞങ്ങൾ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോടൊപ്പം ഈ മഹത്തായ ചടങ്ങിന് പങ്കാളികളാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. I also welcome our esteemed dignitaries to join us for the lamp lighting ceremony. മനോരമയുടെ ഉദ്ദേശം വേറെയാണ്. ഇപ്പോ ഈ അയ്യപ്പ സംഗമം നടക്കാൻ പോകുകയാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് വിശ്വാസവുമായി ഒന്ന് കണക്ട് ചെയ്ത് അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമില്ല എന്നൊന്ന് വരുത്തി തീർക്കണം. അതാണ് മനോരമ ലക്ഷ്യം വെക്കുന്നത്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള കാര്യമാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഈ വിളക്ക് കത്തിക്കുമ്പോൾ എണീറ്റ് നിൽക്കണം, ഇങ്ങനെ കുറെ സിസ്റ്റങ്ങൾ നമ്മുടെ നാട്ടിലെ കുറെ പരമ്പരാഗത ആചാരക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ അവരുടെ കാര്യങ്ങൾ, അവരുടെ സംതൃപ്തി മാത്രമാണ് നോക്കുന്നത്. ഇതൊന്നും ഇപ്പോ പോസിബിൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ തന്നെ നോക്കിയാൽ ഈ വിളക്ക് കൊളുത്തലൊക്കെ എന്ന് പറഞ്ഞാൽ ചടങ്ങുകളിൽ ഉണ്ട്, എന്നിരുന്നാൽ ചിലയിടങ്ങളിലൊക്കെ അത് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോ ചിലയിടങ്ങളിലൊക്കെ ഈ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതൊക്കെ ഈ ബട്ടൺ പ്രസ് ചെയ്തുള്ള പരിപാടികളൊക്കെ, ഡിജിറ്റൽ ബട്ടൺ വെച്ചിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്നുണ്ട്, അതിൽ ആരും എണീറ്റ് നിൽക്കാറില്ല. പിന്നെ ഈ പൊതുവേദിയിലാകുമ്പോൾ നമ്മൾ എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട്. അതാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ. കാര്യം ഒരു വിളക്ക് തെളിക്കാൻ പോകുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഒരു മാതൃക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും കാല് വയ്യാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉള്ള മനുഷ്യരുണ്ടാകും, എണീറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് എണീറ്റ് നിൽക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാകും. അങ്ങനെ പലതരം മനുഷ്യരെയും, അതിൽ ഒറ്റപ്പെട്ടവരാണെങ്കിൽ പോലും അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഏത് തീരുമാനവും കൈക്കൊള്ളേണ്ടത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുഖ്യമന്ത്രി തിരിതെളിയിക്കാൻ എണീക്കുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതേ ഇരിക്കാൻ പറഞ്ഞത്, അതൊരു നല്ല മാതൃകയല്ലേ? ഇത്തരം കാര്യങ്ങളിലൊക്കെ എണീറ്റ് നിന്നതുകൊണ്ട് എന്ത് കിട്ടും? എണീറ്റ് നിന്നതുകൊണ്ട് എന്താണ്? എണീറ്റ് നിന്നില്ലെങ്കിൽ എന്താണ്? ഒരു പ്രശ്നവും ഇല്ല. ഇരുന്നാൽ എന്താണ്? അവിടെ വിളക്ക് കൊളുത്തി എന്ന് കരുതിക്കൊണ്ട് ആ വിളക്ക് കത്താതിരിക്കുമോ? ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അടിച്ചേൽപ്പിച്ച ചില നിർബന്ധിത കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എണീറ്റ് നിൽക്കണം, അത് ആദരവാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഈ നാട്ടിൽ ഒരു കാര്യത്തിനും പ്രത്യേക ആദരവൊന്നും ആവശ്യമില്ല. മനുഷ്യർ ഇതൊക്കെ തെളിയിക്കുമ്പോൾ അവർ അവിടെ ഇരുന്ന ആ കാഴ്ച കണ്ടാൽ മതിയല്ലോ. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സമൂഹം ഒന്നടങ്കം എണീറ്റ് നിന്ന് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് ഒരു തരം ചിലരുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വിളക്ക് കൊളുത്തൽ എന്ന് തന്നെ പറയുന്നത് ഒരു ചടങ്ങിൽ പലതരം മതക്കാരൊക്കെ പങ്കെടുക്കുന്നതാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഈ വിളക്ക് കൊളുത്തുന്നതിനോട് താല്പര്യമില്ലായ്മ ഉണ്ടാകും. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഓരോന്ന് അടിച്ചേൽപ്പിക്കുന്നത്? ഒരാളുടെ സംതൃപ്തിയിൽ വിളക്ക് തെളിയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് കത്തിക്കാൻ വരുന്ന സന്ദർഭത്തിൽ എല്ലാവരും എണീറ്റ് നിന്നോളൂ എന്നൊക്കെ പറയുന്ന ചിന്താഗതി, അതൊക്കെ കടന്നുപോയ സമയം കഴിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ ചെയ്തിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ കറണ്ട് പോയി, ഒരു വിളക്ക് നമ്മൾ കത്തിച്ചു വെക്കണം, ഉടനടി വീട്ടിലുള്ള എല്ലാവരും മുഴുവൻ എണീറ്റ് നിന്നാണോ വിളക്ക് കത്തിക്കുന്നത് നമുക്ക് ചോദിച്ചൂടെ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇതൊക്കെ ചിലർ നിർബന്ധിത പൂർവ്വം നമ്മുടെ സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാലഹരണപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിക്കുന്നിടത്തോളം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യുമ്പോൾ എണീറ്റ് നിൽക്കണ്ട എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അത് വ്യക്തിയോടുള്ള ആദരവാണ്. കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രി ലൈറ്റ് തെളിയിക്കാൻ പോകുന്നു, എല്ലാവരും ഒരു നിമിഷം എണീറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക പ്രാധാന്യം അദ്ദേഹം പറയുകയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ദാറ്റ്സ് ഓൾ. ആ ഒരു വിഷയത്തെ മനോരമ എടുത്ത് ഒരു ക്യാപ്ഷനും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നേരത്തെ മൈക്ക് വിവാദം ഉണ്ടാക്കിയില്ലേ, നേരത്തെ കസേര വിവാദം ഉണ്ടാക്കിയില്ലേ, എന്ത് തൊട്ടാലും അവിടെയൊക്കെ ഒരു വിവാദം പിണറായിയെ കേന്ദ്രീകരിച്ച് അവർ സൃഷ്ടിച്ചെടുത്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടുണ്ട്. അതാണ് ആ വാർത്തയുടെ പിന്നിലും ഒളിച്ചു കടത്തിയിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്തായാലും അതിനായി തയ്യാറായാണല്ലോ ക്യാമറാമാരെല്ലാം നിൽക്കുന്നത്. പിണറായി എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നതെല്ലാം ഒരു വിവാദത്തിന്റെ സ്കോപ്പാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. കുറച്ചുകൂടി ഊർജ്ജസ്വലമായ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ സാമ്പിൾ വെടിക്കെട്ടൊക്കെ കാണുമ്പോൾ പറയാനുള്ളത്. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പരമ്പരാഗതവാദികൾക്ക് ഇതെല്ലാം തെറ്റായിട്ട് തോന്നും, പിണറായി വിരുദ്ധർക്ക് തെറ്റായി തോന്നും, അല്ലെ അവർക്ക് അദ്ദേഹത്തെ പുലഭ്യം പറയാൻ ഒരു അവസരമാക്കി മനോരമ ഇട്ടുകൊടുക്കുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത്തരം പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്ന സന്ദർഭത്തിൽ എല്ലാവരും എണീറ്റ് നിൽക്കണമെന്നുള്ള ഒരു ആവശ്യമില്ല എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് തന്നെയാണ് പറയേണ്ടത്.